ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഉന്നയിക്കുന്ന ഒരു സംശയം, അങ്ങനെയാണെങ്കിൽ ഈ രോഗിയെ സർജറി കഴിഞ്ഞ് ഇറക്കുമ്പോൾ രോഗിയെ ഒന്ന് സ്കാൻ ചെയ്താൽ അല്ലെങ്കിൽ എക്സ്റേ എടുത്താൽ അത് ഇത് എന്തെങ്കിലും ഉപകരണം കുടുങ്ങിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് സഹായകരമാവില്ലേ എന്നൊരു സില്ലിയായിട്ടുള്ള ഒരു സംശയം ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അത് വളരെ അപൂർവമായിട്ടൊക്കെ വല്ലപ്പോഴും നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കേണ്ടി വരാറുണ്ട് എന്നുള്ളത് സമ്മതിച്ചേ പറ്റുള്ളൂ. പ്രത്യേകിച്ചും ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കോട്ടൺ പാറ്റിയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പ്രയാസമാണ്. പക്ഷേ ചില പ്രത്യേക സർജറികളിൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന കോട്ടൺ ഈ ഗോസ് തന്നെ പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതായിരിക്കും. എന്ന് വെച്ചാൽ കോട്ടൺ റേഡിയോ ലൂസൻ്റ് ആണ്, എന്ന് വെച്ചാൽ എക്സ്റേയിൽ പതിവില്ല. അതിൻ്റെ ഇടയിലുള്ള ഒന്നോ രണ്ടോ നൂല് ഈ റേഡിയോ ഒപ്പേക്ക് ആയിട്ടുള്ള നൂലുകൾ ആഡ് ചെയ്ത സ്പെഷ്യലി മെയ്ഡ് ഗോസുകൾ യൂസ് ചെയ്യാറുണ്ട്. അത് അങ്ങനെ യൂസ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അബദ്ധവശാൽ ഇത് ഇങ്ങനെ ഒരു സാധനം മിസ്സായി പോയി നമുക്ക് അറിയാൻ വയ്യ. ഇപ്പം ചില വളരെ വലിയ ക്യാവിറ്റി സർജറി അല്ലെങ്കിൽ ചില സർജറികളിൽ ഈ മസിലിന്റെ ഒക്കെ ഇടയിലൊക്കെ നമ്മൾ കോട്ടൺ വയ്ക്കും. പിന്നീട് ചിലപ്പോൾ എടുക്കാൻ മിസ്സാവും, ചിലപ്പോൾ കാണൂല. മസിലും ഇതും എല്ലാം കൂടെ ബ്ലഡ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ അറിയാൻ വയ്യ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ സിയാം എന്ന് പറയുന്ന മെഷീനുണ്ട്, എക്സ്റേ മെഷീനുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു എക്സ്റേ അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ സാധനം ഇത് റേഡിയോ ഇതായതുകൊണ്ട് എക്സ്റേയിൽ കാണാൻ പറ്റും. ഇപ്പൊ ഇന്ന സ്ഥലത്ത് തിരിപ്പുണ്ട്, പിന്നെ അവിടെ മാത്രം തപ്പിയാൽ മതി. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. അത് വളരെ വളരെ അപൂർവമായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. അതിനുള്ള ഒരു പ്രിക്കോഷൻ ആയിട്ടാണ് ഈ ടൈപ്പ് ഗോസ് ഒക്കെ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ അതൊരു റെഗുലർ പ്രാക്ടീസ് ആക്കുന്നത് ഒരു ഒട്ടും ഫീസിബിൾ ആയിട്ടുള്ള അഡ്വൈസബിൾ ആയിട്ടുള്ള സാധനമേ അല്ല. കാരണം എക്സ്റേ എന്ന് പറയുന്ന ഒരു അയണൈസിങ് റേഡിയേഷൻ ആണ്. വെറുതെ ഒരു സർജന്റെ ഒരു സംശയത്തിന്റെ പുറത്ത് എല്ലാ രോഗികളെയും നമുക്ക് എക്സ്റേക്ക് ഓരോ സർജറിയും കഴിഞ്ഞിട്ട് എക്സ്റേക്ക് എക്സ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയാണ്.